ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. സദഖല്ലാഹ്. ഇത് ഖുർആനാണ്. ഖുർആനിലെ ഞാനൊരു ആയത്തിങ്ങനെ ഓതിയതാണ്. ഓതാൻ കാരണം എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ നിരന്തരം വരുന്നതാണ്. തങ്ങളെ, എൻ്റെ മകള് അടുത്ത് ജോലിക്ക് നിന്നിരുന്ന ആളുകളായിട്ട് ഒളിച്ചോടിപ്പോയി. രാത്രി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെട്ട് അവർ ബന്ധം സ്ഥാപിച്ച് ഒളിച്ചോടിപ്പോയി. അതുപോലെ സ്കൂളിൽ പഠിച്ചിരുന്ന ബന്ധം അങ്ങനെ അവർ ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് പറയുന്നു എന്ന് മാത്രം. ഖുർആനിൽ ഞാൻ ഓതിയ ആയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാലുള്ള ശിക്ഷകളെ കുറിച്ചിട്ടും അവരോട് വേദനിപ്പിക്കുന്നൊരു വാക്ക് പോലും പറയരുത് എന്നൊക്കെ, വാർദ്ധക്യമാകുമ്പോഴും ഒക്കെ നിങ്ങൾ നല്ല നിലയ്ക്ക് അവരോട് പെരുമാറണം എന്നൊക്കെ ഖുർആനിൻ്റെ വചനങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ഇത് ഞാൻ മിഷ്കാത്ത് പണ്ട് ഓതിപ്പടിച്ച കിതാബാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുന്ന വീഡിയോ ആക്കി ഈ വീഡിയോ ഞാൻ മാറ്റട്ടെ. അതിലൊരു ഹദീസ് പറയുന്നുണ്ട്, 3131 ഹദീസ്. മിഷ്കാത്തിൽ ആർക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം. 3131. وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ള പറയുകയാണ്, അയ്യുമംബ്രഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, നക്കഹത്ത്, അവൾ വിവാഹം ചെയ്തു, ബിഗൈരി ഇദ്നി വലിയഹ, അവളുടെ വലിയ, അതായത് അവളുടെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവൾ വിവാഹം ചെയ്താൽ, ഉപ്പയുണ്ട്, ആങ്ങളാരുണ്ട്, ഉപ്പയുടെ അനിയന്മാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അതല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പയുണ്ട്, അങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെയുണ്ട്. അവരെയൊന്നൊക്കെ ധിക്കരിച്ച് വലിച്ചെറിഞ്ഞ് കണ്ണിക്കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടി ഒറ്റയ്ക്ക് പോയിട്ട് വിവാഹം ചെയ്താൽ ഫനിക്കാഹുഹാ ബാത്തിലുൻ, ഫനിക്കാഹുഹാ ബാത്തിലുൻ, ഫനിക്കാഹുഹാ ബാത്തിലുൻ. 3 പ്രാവശ്യം റസൂൽ ആവർത്തിച്ചത് പറയുന്നത്. ആ നിക്കാഹ് ദുർബലനാണ്, അത് സ്വീകരിക്കുകയില്ല, നിക്കാഹ് ശരിയായിട്ടില്ല, അത് ബാത്തിലാണ്, തള്ളിക്കളയേണ്ടതാണ്. ഇനി കേട്ടോളി, റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ഏതെങ്കിലും രക്ഷിതാവിൻ്റെ കണ്ണുനീര് മക്കൾ വേദനിപ്പിച്ചാൽ അത് വലിയ ദോഷങ്ങളിൽ എണ്ണപ്പെടും. വലിയ ദോഷങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ പങ്കുചേർക്കുക, അള്ളാഹുവിനെ പുറമെ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ചേർത്തുകൊണ്ട് ആരാധിക്കുക. അത് വലിയ ദോഷത്തിൽപ്പെട്ടതാണ്. ആ ദോഷങ്ങളിൽ പെടും രക്ഷിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ. രണ്ടാമത്തത് പറയുന്നത്, അവരുടെ പ്രാർത്ഥനകളൊക്കെ തള്ളപ്പെടും. അവർ ദുആ ചെയ്തതൊന്നും സ്വീകരിക്കുകയില്ല. അവരുടെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. ജീവിതത്തിൽ എത്ര സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടായാലും, ഏത് ഡിഗ്രി കയ്യിലുണ്ടായാലും കാര്യമൊന്നും ഉണ്ടാവില്ല. എത്ര ജോലി ചെയ്താലും അവരുടെ ബറക്കത്തൊക്കെ അല്ലാഹു എടുത്തു കളയുമെന്ന് കിതാബിലൊക്കെ കാണാം. അതുപോലെ റസൂലുള്ള പഠിപ്പിക്കുകയാണ്, മിക്ക ശിക്ഷകളും പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കും. എല്ലാ ശിക്ഷകളും അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കും. എന്നാൽ മാതാപിതാക്കളെ വേദനിപ്പിച്ച് അവരുടെ കണ്ണിൽ നിന്നും വെള്ളം ചാടിയാൽ അതിൻ്റെ ശിക്ഷ ഈ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടാതെ പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാം. മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്നൊക്കെ നമുക്കൊക്കെ കിതാബിലൊക്കെ കാണാവുന്നതാണ്. ഞാൻ മുമ്പേ വയത് പറയുമ്പോൾ ഒക്കെ പറഞ്ഞ, മൻ അശ്വാ വാലിദൈഹി ലം യറാ സുറൂറ മിൻ വലദിഹി, ഏതെങ്കിലും രക്ഷിതാക്കളെ വേദനിപ്പിച്ച മക്കളുണ്ടെങ്കിലൊക്കെ കേട്ടോളി. അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കളിൽ നിന്ന് അനുഭവിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോവില്ല കേട്ടോ. അപ്പോൾ ചാടിപ്പോയവരും ഒളിച്ചോടിപ്പോയവരും ഉപ്പയെയും ഉമ്മയെയും ഒക്കെ നാട്ടിൽ രക്ഷിതാക്കളെ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചവിട്ടിത്താഴ്ത്തി കണ്ണിക്കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോയവരൊക്കെ ശരിക്കും ഈ ഹദീസുകളൊക്കെ പഠിച്ചോളി. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഹറാമിലൂടെയാണ്. അത് ഹലാലാവണമെങ്കിൽ
ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വലിയൻ്റെ സാക്ഷിയില്ലാതെ വലിയ നിക്കാഹ് കഴിച്ച് തരാതെ ആ നിക്കാഹ് സ്വഹീഹാവുകയില്ല എന്ന് ഈ ഹദീസിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ചാടിപ്പോകുന്നവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒളിച്ചോടുന്നവർ, കൊണ്ടുപോകുന്നവർ ദീൻ പഠിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ ജീവിക്കുന്നത് ഹറാമിലൂടെയുള്ള ബന്ധത്തിലാണ്. നിങ്ങളുടെ ഓരോ സംസാരവും ഹറാമാണ്, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചലനങ്ങളും ഹറാമിലൂടെയാണ്. അതുകൊണ്ട് നാളെ ഖബറിൽ കിടക്കേണ്ടവരാണ്. ഈ സുഖവും സൗകര്യങ്ങളുമൊന്നും ഖബറിൽ ഉണ്ടാവുകയില്ല, ചോദ്യം ചെയ്യപ്പെടും. ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഖൈർ ഏതാണെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചോളൂ. അള്ളാഹു ഖൈറിൻ്റെ വാതിലൊക്കെ നിങ്ങൾക്ക് തുറന്നിട്ട് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.